ഏട്ടാ അതവിടെ വെച്ചേക്കും, ഞാൻ വന്നിട്ട് അലക്കിക്കോളാം. എപ്പോഴും പറയുന്നതല്ലേ ഇത്. താങ്ക് യു. ഇവിടെ വാ. നിങ്ങൾ നിങ്ങളെ കാര്യം ഭംഗിയായി നടത്ത്, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എപ്പോഴും പറയുന്നതല്ലേ ഇതും. വല്യേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതെ, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, പണ്ട് വല്യേട്ടനൊരു വാക്ക് പറഞ്ഞിരുന്നു, അത് പാലിക്കണം. എന്തു വാക്ക്? ഞാനും മനുവേട്ടനും നല്ല ദമ്പതികളായി ജീവിച്ചു തെളിയിച്ച ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. ആര് പറഞ്ഞു? മനുവേട്ടൻ പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കണോ? വേണം. മനു എന്തു പറയുന്നു? വേണം. ഏട്ടൻ കല്യാണം കഴിക്കണം. സമ്മതം. പക്ഷെ ഒരു കണ്ടീഷൻ. നീയും നിന്റെ ഭാര്യ സുമയും 1 വർഷമെങ്കിലും മാതൃകാ ദമ്പതികളായി സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ച് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവും. വല്യേട്ടന്റെ കല്യാണം ഞാൻ എന്ത് വില കൊടുത്തും മുടക്കും. കാരണം എന്റെ കല്യാണം മുഴുവൻ മുടക്കിയത് വല്യേട്ടനാ. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി മുതൽ നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കാതെ ജീവിച്ചാ മതി. നിത്യബ്രഹ്മചാരികൾ, എവരിടെ ബ്രഹ്മചാരീസ്. ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിന്നൂടാ നിനക്ക്? താങ്ക് യു. അബി, ജീവിതത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിക്കണം. പണ്ടൊരു മഹാൻ പറഞ്ഞ പോലെ വൈവാഹിക ജീവിതത്തിന് ഏറെ പ്രയാസങ്ങളുണ്ടെങ്കിലും ബ്രഹ്മചര്യത്തിന് ഒരു സുഖവുമില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കുറെ കാലമായിട്ട് എന്റെ കല്യാണം മുഴുവൻ മുടക്കിയത് വല്യേട്ടനാ. നിന്റെ സമ്മതം എനിക്ക് വേണ്ടടാ പൊട്ടാ. പോടാ. സുമേ, ഇവിടെ വാ. യഥാർത്ഥത്തിൽ മനുവും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു? എന്തിനാ വല്യേട്ടപ്പ അതൊക്കെ അറിയുന്നത്? അതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ. അല്ല, ഇനി ഈ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ ഇനിയും അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കരുതല്ലോ. ഇല്ല വല്യേട്ട, ഇനി ഈ വീട്ടിൽ ഏതൊരു പെണ്ണ് വന്നാലും അങ്ങനെയുള്ളതൊന്നും ആവർത്തിക്കില്ല. അത് ഞാൻ വാക്ക് തരാം. പ്രോമിസ്? പ്രോമിസ്. എങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. വല്യേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചേ. ഈ കേട്ടതൊക്കെ ശരിയാണോടാ? ശരിയാണോ മോനെ? ഈ കേട്ട സത്യമാണോ ഇല്ലേട്ടാ? ശരിയാണ്. പക്ഷേ കല്യാണം എന്റെ അല്ല. ദാ ആ ഇരിക്കുന്ന നമ്മുടെ അബിയുടേതാ. അവന്റെ കല്യാണം ആദ്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കല്യാണത്തിന് അവൻ പാര വെക്കും. അതുകൊണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം. അയ്യോ, എന്താടാ? ഈ കണ്ണട ഇനി വല്യേട്ടനെ നന്നായി ചേരുക. ആണോ? വെറുതെ അങ്ങ് ചിരിച്ചൂട്. എടാ, ചിരിച്ചോണ്ടിരിക്കാതെ വേഗം പോകാൻ നോക്ക്, സമയം കുറയായി. സ്നേഹം പെയ്തിറങ്ങുമീ നല്ല വീട്, നേരിൻ പൂക്കളും അവയ്ക്കുന്ന കൂട്, പുതുമഞ്ഞു പെയ്തു പുലർവയിൽ വന്നു. ഹലോ, ആ പറഞ്ഞോളൂ. ഒരു ഷർട്ട് പീസ് ആണല്ലോ. ഇതാ? അതല്ല, അപ്പുറത്ത്. അപ്പുറത്തോ? ഇതല്ലേ? ആ അതന്നെ.
അതൊന്നും എടുക്ക്. ഇതാണോ? ഉം. ഇതോ? ഉം, ഉം. ദാ അതൊന്നെടുത്തേ. ഇതോ? ഉം. ദാ അതൊന്നെടുത്താ. ആ നീലക്കള്ളി. നീലക്കള്ളിയോ? അതെ. ഇതാ ഇതിനെന്താ കുഴപ്പം? ഇതാ ഈ 3 ഐറ്റംസ് നോക്ക്. ഇത് നന്നായി ചേരുമല്ലോ നിങ്ങൾക്ക്. ഈ 3 നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം ബോധിപ്പിക്കണം. ഇത് 3 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ അതിനുള്ള ഇങ്ങോട്ട് എടുത്താ. ഇതെടുക്ക് അതെടുക്ക് മറ്റെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നിർത്തിയിട്ടാലേ ഇത് മടക്കി അകത്ത് വെക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരില്ലല്ലോ. അതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? ഈ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നില്ലേ? ഇത് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തിടലും ഇവിടുന്ന് അങ്ങോട്ട് മടക്കി വെക്കലും തന്നെയാണ് എൻ്റെ ഡ്യൂട്ടി. നിന്റെ ഡ്യൂട്ടി ഈ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കേ ഈ 3 സൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോ, അല്ലെങ്കിൽ പുറത്തു പോയി വാങ്ങിക്കോ. ഈ വരണ എടുക്കാനേ ഈ എൻ്റെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. ഇവിടുന്ന് എടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം എടുക്കേണ്ടി വരും. എന്നാ അതൊക്കെ ചുരുട്ടി കെട്ടി എൻ്റെ കെട്ടിയൊക്കെ കൊണ്ടുകൊടുത്തു. എന്റെ ഓളെ പറഞ്ഞാലേ അടിച്ചെന്റെ കണ്ണിയാ കലക്കും. എന്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയില്ല. എന്റെ സ്വഭാവം അനക്കും അറിയില്ല. എന്താണ് ബദല ഇവിടെ പ്രശ്നം? എന്നെ ആർക്കും ശരിക്കും അറിയില്ല. കച്ചവടത്തിന് ആളെ വെക്കുമ്പോഴേ തലക്ക് വെളിവുള്ള ആൾക്കാരെ വെക്കണം. അല്ല അപ്പൊ എന്താ താളത്തിലൊരു നടത്തം? ആശുപത്രി പോവുക, മുട്ടുംകാലിൻ്റെ ഒരു വേദന സഹിച്ചൂടാ. ഇങ്ങോട്ട് ഈ മുട്ടുംകാലുമായിട്ട് നിങ്ങൾ നടന്നാ പോണേ? നടന്നു പോവല്ലാതെ എൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വരി അവിടെ ഇരിക്കി. നിങ്ങൾ ഒന്നല്ല മുട്ടുംകാലിന് കഴിയാത്തോടത്ത് ഒന്നല്ല നടന്നു പോയിട്ട് അത് ഞമ്മക്കൊരു മോശമല്ലേ? തള്ളല്ലേ? അവിടെ ഇരിക്കി. ആശുപത്രിയിൽ കൊണ്ടുപോകണ പരിപാടി ഞാൻ ചെയ്തുതരാം. എല്ലാവരും ഇരിക്കും. തള്ളല്ലേ? അവിടെ ഇരുന്ന് വിളിച്ചാ അനങ്ങണ്ട. ഞാൻ പുറേ പോയി വണ്ടി എടുത്തിട്ട് കേട്ടോ. പിന്നെ അതിനടുക്ക് വേറെ ആരും വണ്ടി കൊണ്ടുവന്നായി കയറിട്ടോ. പിന്നെ ഞാൻ എടുക്കണ പണി വെറുതായി പോകും. എന്താ പകടി ഇരിക്കുന്നേ? ആശുപത്രി പോകാൻ ഇറങ്ങിയതാ. മുട്ടുംകാലിന് പെരും വേദന. അത് ശരി. എന്നാൽ ഇവിടെ ഇരുന്നാൽ ആശുപത്രിയിൽ എത്തോ? കേറി വണ്ടിയിൽ ഞാൻ ഇറക്കി തരാം. വേണ്ട വണ്ടി എടുക്കാൻ ആള് പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഞാനേതായാലും ഫ്രീ ആണ്, എനിക്കൊരു പണിയില്ല. നിങ്ങൾ കയറി. വേണ്ട ഒപ്പം വരും. ഈ വയ്ക്കോ. എന്നാലേ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ പോരേണ്ടാവും. അല്ല ഇതിപ്പോ ഒറ്റക്ക് ഒരു മീൻ കിട്ടും. വേറെക്കാരൊന്നും കിട്ടിയില്ല. ചൂണ്ടൽ നോക്കാനേ അരുന്നിനെ പിടിച്ചാ. അതിന് ചൂണ്ടലിടാപ്പോ പോയ മീനുണ്ടോ? മീനുണ്ടോന്നോ? ഇന്നലെ പോയെന്ന് 1.5 കിലോ മീനായി കിട്ടി. വെറുതെ തള്ളല്ല ടൈമോ? എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് കേട് പോര്. ഇന്നലത്തെ മീൻ കറി ഇപ്പോഴും ഇടവാക്കി. അങ്ങനെ ഉണ്ടോ? എന്നാ ചൂണ്ടലിന്റെ ഞാനും ഉണ്ട്. ഓര് ചൂണ്ടൽ നോക്കാനേ ഇതിന് പരല് വേണ്ടേ? എന്നിട്ട് ഇറങ്ങി. എപ്പോ ഇറങ്ങിയത് ചോദിച്ചാൽ മതി. പിടിച്ചു ഇടക്കിടക്ക് പണിക്കൊക്കെ എടുക്കണം. അവിടെ അമർത്തി പിടി. അമർത്ത് 2 ഉണ്ട്. അത് ശരി. ഇതിൽ അത്യാവശ്യം പരലുണ്ടല്ലോ. ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഇതെടുത്തിട്ട് പുഴയിലേക്ക് നടന്നോ. ഞാൻ പുറേ പോയിട്ടേ ചൂണ്ടലെടുത്തിട്ട് വരാം കേട്ടോ. അതാ വന്നോട്ടോ. എങ്ങടെ ചങ്ങാച്ചി പായണേ? ചെരുപ്പ് തന്നെ കാൽമേടാണല്ല, കൈമേടാനല്ല. പുഴയിൽ ചൂണ്ടലിടാൻ പോവാ. ഈ വന്നോ? ചൂണ്ടലിടാനോ? കക്കാടം പോയി പോരുന്നേ കുളിക്കാൻ. ഞങ്ങൾ പോകുന്നുണ്ട്. തന്നെ ഇപ്പൊ തന്നെ പോവാ? ഞാൻ പുറേ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരട്ടോ. കുളിക്കാൻ പോവല്ലേ, ഇത് മതി. ആര് കാണാൻ?
എന്നാ പോലെ ഞാനും ഉണ്ട്. മുടി ഇവിടെ ഇരിക്കട്ടോ. ഞാൻ പേരി പോയി പേസ് എടുത്തിട്ട് ഇപ്പൊ വരാം. ഓക്കെ. കുഞ്ഞുട്ടി പോയല്ലോ, അവിടെ തന്നെ ഇരിക്കാൻ ഉണ്ടാവും അന്നങ്ങൂല ഒന്ന് നോക്കോളി. എന്തൊക്കെ അവിടെ ഇരിക്കണേ? ആശുപത്രി പോകാനിറങ്ങിയതാ. എന്നാ കേറിക്കോളി, ഞാൻ ആക്കി തരാം. വേണ്ട വേണേ, ഉദാഹരണം ആളിപ്പോ വരൂ. ഇതാ പോയിക്കോ. ആ കുഞ്ഞുട്ടിയെ ഏടാണ്? ഞാൻ കക്കാടം പോയില്ല പോവാ. അയ്യ എൻ്റെ ഏട്ടാ, ഈ പുറപ്പെട്ടോ? ഇല്ല, പുറപ്പെട്ടില്ല, പുറപ്പെടാൻ ഒരുങ്ങ. നല്ല ബോട്ടിയും പൂളി ഉണ്ടായി. എൻ്റെ ഒരു വെട്ടിയില്ല തന്നെ. എന്നാ തീർക്കല്ലോ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. വേഗം ഇങ്ങോട്ട് വന്നോ, അത് തീരുന്നതിന് മുമ്പ്. ഞാൻ ഇതാത്തിട്ടോ കളയല്ലേ. എങ്ങനെയാടാക്കോ ഈ വാക്ക ഞാൻ ഈ പോയിക്കോ, എന്നെ കൊണ്ടുപോകാൻ വണ്ടിയായിട്ട് ആളിപ്പോ വരും. തന്നെ എന്നായിക്കോട്ടെ, ഞാൻ പോവാട്ടോ. ആ ആയിക്കോട്ടെ. എങ്ങട്ടാ? ഞാനൊരു സിനിമക്ക് പോയാ, ഈ വരുന്നു. അല്ല, ഞാനേ കക്കാടം പോയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരിക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ട് കിട്ടി, അത് നല്ലോണം തട്ടിട്ട് വരിക. എന്ത് കക്കാടും പോയിട്ടാ ഈ സിനിമ ഏതാ? ഈ വേണേ കയറിക്കോ, ഞാൻ അതിൽ പോവാ. ഓക്കെ, എന്നാ സിനിമ കേറുന്നത്. പോകുമ്പോഴേ എൻ്റെ പുറൻ്റെ അടുത്തൊന്നും നിർത്തും. ആയിക്കോട്ടെ, ഡ്രസ്സ് ഒന്ന് മാറ്റിയാൽ വേഗം വേണം. അങ്ങനെ കേട്ടോ. എല്ലാവരും ചെയ്യണം. പിന്നെ ഡ്രസ്സ് ആയിട്ട് വേഗം വാ. ഒറ്റ മിനിറ്റ് ഉണ്ണിയെടുക്കാം. നേരെ പറ്റിട്ടേ സാധാരണ നേരം ഉണ്ടാവും. വന്നതാ, ഒറ്റ മിനിറ്റ്. വേഗം പാഞ്ഞോട്. ഇരിക്കെ കരീംക്ക, കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയാലോ. ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ എന്താ പറയാ, നിങ്ങൾ തന്നെ പറഞ്ഞോളി, ഞാൻ കേട്ടോളാം. ഹബീബെ, എന്നാ പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞു തുടങ്ങിക്കോളൂ. എനിക്കതിന് പറയാനുള്ളത് കരീം ഖാനോടല്ലല്ലോ, ഞാൻ മൂപ്പരറിയില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ജമാലിനോടാണ്. എന്റെ പൊന്നാര ഹബീബേ, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതല്ല, പിന്നെ ഞാൻ അങ്ങനെ അതിൽ ഉത്തരവാദിയാകുക? ഞാൻ 100 വട്ടം എന്നോട് ചോദിച്ചതാണ്, ആള് ഡീസൻ്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പം ഈ എന്താ പറഞ്ഞത്? ഇതേ ചോദ്യം ഞാൻ കരീം ഖാനോട് ചോദിച്ചതാണ്. അപ്പൊ കരീം ഖാൻ പറഞ്ഞ ആള് ഡീസന്റ് ആണെന്ന്. അത് ഞാൻ എന്നോടും പറഞ്ഞു. ഇത് ഇതുപോലത്തെ ഒരു കീറാമുട്ടിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അല്ല കരീം ഖാ, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, ഇവന്റെ പേര് ബദർ ദുജ്ജാന്നാണോ അതോ ബദർ യുദ്ധം എന്നാണോ? കരീംക്ക, ഇവൻ ഡീസൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഇവൻ എൻ്റെ അനുജന്റെ മകനല്ലേ, ഇവൻ ഡീസൻ്റ് അല്ലാന്ന് ഞാൻ എങ്ങനെയാ പറയാം? അനുജന്റെ മോനാണെന്നില്ല അവിടെ നിൽക്കട്ടെ. ഞാൻ ഡീസൻ്റ് ആണെന്നിൽ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കി. നിങ്ങൾക്കാർക്കും എന്നോടൊന്നും തോന്നരുത്. ഇതിത്ര സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിവനെ കണ്ടിട്ട് 18 കൊല്ലത്തോളായി. ഇവനിപ്പോ കുവൈത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. 18 അല്ല 19. ആ, സമ്മതിച്ചു. കരീംക്ക, ബദർ ഒന്ന് വെളിയിലിരിക്കട്ടെ, ഞാൻ വിളിക്കാം. ബദറെ, കുറച്ചു നേരം പുറത്തേക്ക്. ബദറെ, കുവൈത്തിലെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഇതോടുകൂടി GCC കംപ്ലീറ്റ് ആയില്ലേ? ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ അടുത്ത യാത്ര ഉസ്ബെക്കിസ്ഥാനിലേക്കായാലോ?
നീ എന്താ ഇവിടെ നിൽക്കണേ? അപ്പൊ എനക്കൊന്നും അറിയില്ലേ, സംഗതി കൊറോണയാണ്. എനിക്ക് കൊറോണ? നിക്ക് എങ്ങോട്ടാ ഇപ്പൊ ആയിനെ? എനിക്ക് കൊറോണ ഉണ്ട് എന്നല്ല പറഞ്ഞേ. കൊറോണ കാരണം ഒരാഴ്ച ആയിട്ട് എനിക്ക് പണിയില്ലാന്ന് പറഞ്ഞു വരികേനി. ഓ പേടിച്ചു. അല്ല അനക്ക് പണിയില്ലാത്തതിനിപ്പോ ഞാനെന്താ കാട്ടണേ? ഈ ഒന്നും ആക്കണ്ട, എനിക്ക് ഒരു 500 രൂപ തരാല്ലേ, അത് ഇങ്ങോട്ട് തന്നാ മതി. 500? അതെനിക്ക് ഞാൻ തന്നോളല്ലോ. ഈ ഒന്ന് ആലോചിച്ച് നോക്കി. ചള്ളപ്പം നട തരും ഞാൻ. അപ്പൊ അങ്ങ് ശരിക്കോട് ഓർമ്മ വരും. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്ന് 500 അയക്കാൻ തരാണ്ട്. പക്ഷെ എനിക്ക് കൊറോണയാണ്. അനക്കും കൊറോണ എവിടെടോ? എനിക്ക് കൊറോണയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കൊറോണ ആയിട്ട് ഒരാഴ്ചയായിട്ട് ഞാനും പണിക്ക് പോകുന്നില്ല. പറഞ്ഞു മനസ്സിനെ പേടിപ്പിച്ച. നാലേ ഒരു കാര്യം ചെയ്, അന്റെ വലിയ ചെങ്ങായിണ്ടല്ലോ സാദിഖ്, ഓൻ ഗൾഫിൽ നിന്നാണ്. ഓനോട് എന്ത് ചോദിച്ചാലും ഓൻ തരുമല്ലോ. ഓനോട് ചോദിച്ചു നോക്ക്. സാധിക്കോ? ഓൻ എന്താ ഗൾഫിൽ നിന്ന്? 2-3 ദിവസമായി. ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാനോനെ കൊല്ലും. Girls thought he was the cutest. Had a buddy named Bache, nicknamed Bache Ballin'. Can't stop, won't stop, hitting them hot spots every time Bache came calling. Back then we just had dreams, constant plans and crazy schemes. Buzzing on life like Ben's a dream, endless future fantasies. Fast forward to today, me and the boys, yeah, we still play. Dreams became reality. How we gonna do this? Watch and see. We gon' do this, do this, do this. We gon' do this. We gon' do this, do this, do this. We gon' do this. We gon' do this, do this, do this. We gon' do this. We gon' do this, do this, do this. We gon' do this. How you like it like that? We like it like that. How you like it like that? We like it like that. Skinny on fat, I like it like that. എന്താ ഒളിച്ചു കളിക്ക? എന്താ പഠിപ്പത്? ഒന്നും പറയണ്ട. പണിയാക്കി കാണിച്ചത്. മാറി നിൽക്കാനോ? എന്നോടോ? അപ്പൊ അങ്ങനെ ആയില്ലേ? എനിക്കത് കിട്ടണം. പണ്ടെങ്ങനെ കഴിഞ്ഞില്ലോ നമ്മള്. എയർപോർട്ടിൽ ഞാൻ വരണം, തിരിച്ചിവിടെ ഞാൻ കൊണ്ടാക്കണം, സിനിമ കാണാൻ ഞാൻ വരണം, ചോറുന്നാൻ വേണം, ചായ കുടിക്കാൻ ഞാൻ വേണം. ഇപ്പൊ എനിക്ക് ഇന്ന് വേണ്ടതായി. ഇപ്പൊ വന്ന വിവരം നാട്ടുകാർ പറഞ്ഞിട്ടാ ഞാൻ അറിയണത്. അതിന് മാത്രം എന്ത് തെറ്റാടാ എന്നോട് ഞാൻ ചെയ്തത്? എടാ മോയന്ത, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാ. വിദേശത്തു നിന്ന് വന്ന ആൾക്കാർ വീട്ടിലിരിക്കണം, പുറത്തിറങ്ങരുത് എന്ന് ആരോഗ്യവകുപ്പും സർക്കാരും പറഞ്ഞതൊന്നും ഈ കേൾക്കുന്നില്ല. എടാ ഇത് കൊറോണന്റെ കാലാണ്. കൊറോണ. എന്ത് കൊറോണ? എന്നാ കൊറോണ ഉണ്ടായത്? സ്നേഹേ അതിനു മുമ്പ് ഉണ്ടായതാ. ആ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉമ്മനെയും ബാപ്പനെയും ഭാര്യനെയും മക്കളെയും ഒക്കെ ഞാൻ മാറ്റി പറപ്പിച്ചത്. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഞാൻ പോവാ. പോലെ അവിടെ നിൽക്ക്. ഇപ്പം എൻ്റെ അനുവാദം ഇല്ലാതെ വീട്ടിനുള്ളിലൊക്കെ കയറി കറങ്ങിയല്ലോ. എവിടെയൊക്കെ പോയി പറയും. ഞാൻ എവിടെ പോയില്ല. അടുക്കളയിൽ പോയി നോക്കി, ഈ അവിടെ ഇല്ല. ബെഡ്റൂമിൽ പോയി നോക്കി, അവിടെ ഇല്ല. പിന്നെ ടീ പോയിപ്പോൾ അടുക്കള ചായ ഉണ്ടായി, അത് ഞാൻ എടുത്ത് കുടിച്ചു. അത് കുടിച്ചില്ലേ? അതെ, ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാ. അതിനിപ്പോ എന്താ? അതുപോലെ എത്ര ചായ നമ്മൾ ഒരുമിച്ച് കുടിച്ചത്. എന്നാലേ ഇതെൻ്റെ അവസാനത്തെ കുടിയായിരിക്കും. ഞാൻ ഇന്ന് മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവാണ്. എൻ്റെ അവസ്ഥ അങ്ങനെ ഉണ്ട്. പിന്നെ എൻ്റെ പേഴ്സിൽ 2000 നോട്ട് ഞാൻ എടുത്തത്. 500 കുറേ തിരഞ്ഞ് കാണാത്തോണ്ടാ. ഈച്ചു പോയില്ലേ? എനിക്ക് എന്റെ 500 ഇട്ടാണ്ട ഞാൻ പോവില്ല. വല്ലാത്തൊരു ഇടങ്ങനാണല്ലോ എന്നോട്. ഏതായാലും വാ. ഇപ്പൊ 2000 ചില്ലറാക്കണല്ലേ? ബദറേ, അവിടെ കളിച്ച കളി ഇവിടെ കളിക്കരുത്. ഇത് ലേഡീസ് സെക്ഷനാ. ഇന്റെ സ്വഭാവം മാറും. മര്യാദക്ക് ബിസിനസ് ചെയ്തോണ്ടി സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഒരു ടോപ്പ് വേണല്ലോ. ഇത് ലേഡീസ് സെക്ഷനാണ്. ആ ലേഡീസ് തന്നെ എൻ്റെ വൈഫിനാണ്. എന്നിട്ട് വൈഫ് അവിടെ? അതെന്തിനാ വൈഫ്? വൈഫ് ഉണ്ടെങ്കിലേ ഇതിന്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. വൈഫിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുക്കുക. അതെല്ലാം ശരിയാവലും ഉണ്ട്. എന്നിട്ട് അഥവാ ശരിയായില്ലെങ്കിൽ നാളെ മടക്കിക്കൊണ്ടിരില്ലേ? എന്നിട്ട് എടുക്കാൻ മാറ്റുക. അതാ എൻ്റെ പണി. പിന്നെ എന്താ എൻ്റെ പണി? എൻ്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കല എൻ്റെ പണി.
എൻ്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ചെലവിലെടുക്കാനൊന്നും ഞാനോട് പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പെണ്ണുങ്ങളെ കൊണ്ടാവേണ്ടി. എൻ്റെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെ സഹിക്കണത്? എൻ്റെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത പറഞ്ഞ് കടയിൽ നിന്ന് പുറത്തിറങ്ങൂല. എൻ്റെ പെണ്ണുങ്ങളെ പറയും, അന്യം പറയും, എൻ്റെ കുടുംബത്തിലും പറയും. എന്താ ഇവിടെ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നിങ്ങൾ ഈ അമ്പിനോട് ചോദിച്ചു നോക്കി. ജന്മത്തിലും ഞാൻ ഈ കടിക്ക് കാലത്തൂല. ഏയ് നിങ്ങളതാ? അതെ. എന്തേ? ഇതിനിപ്പോ എത്ര വില ഉണ്ടാവും? ഇതിന് ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. എന്തേ അനക്ക് വേണോ? വേണ്ടിട്ട് ഇപ്പൊ എന്താ ആക്കണ്? നിങ്ങളൊക്കെ ഭാഗ്യേ. നിങ്ങളൊക്കെ ഭാഗ്യേ. ഞമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. ആ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഫോണൊന്ന് നോക്കട്ടെ. ഇത് പുതിയതാ? ആ. ഇതിന് എത്ര ഉറുപ്പ്യ ഉണ്ടാവും? അതൊരു 60,000 ഉറുപ്പ്യ പോലെ ഉണ്ടാവും. തന്നെ? ഔ, നിങ്ങളൊക്കെ ഒരു ഭാഗ്യേ. ഞമ്മളെ കൊണ്ടൊന്നും കഴിയൂല. നിങ്ങളൊക്കെ ഒരു ഭാഗ്യേ. ഞമ്മളെ കൊണ്ടൊന്നും നടക്കൂല. നിങ്ങളെടുക്ക? ഞാൻ കല്യാണത്തിന് പോവാ. അനക്കില്ലേ? സമയം ഇപ്പൊ എന്തായി? സമയം 12:20. 12:20? ആന്ന്. അതെന്തേ? ഇത് തിരക്കിടില്ലല്ലോ വാച്ച്. അതെ. ഇത് എവിടെ കിട്ടിയതാ? അത് മോൻ ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാ. തന്നെ? ഇതിനിപ്പോ എന്ത് വില ഉണ്ടാവും? ഇതിനൊക്കെ നല്ല വില ഉണ്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു 10,000 ഉറുപ്പ്യ വില ഉണ്ടാവും. തന്നെ? ആ. നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. ഞമ്മക്ക് ഇതൊന്നും കെട്ടാൻ വിധില്ല. എന്നാലേ ഞാൻ കല്യാണത്തിന് പോയിട്ടെ. ആയിക്കോട്ടെ. നിങ്ങളൊക്കെ ഒരു ഭാഗ്യേ. നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. ഇവിടെ വാ. എന്താ പരിപാടി? എന്താ വണ്ടിമ പണി? ഒന്നുമില്ല. ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ നിങ്ങളേതാ വണ്ടി? വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. എന്താ അതിന്റെ വില? ആ, വണ്ടിക്ക് എന്താണ് വില? നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. നമ്മൾ ഭാഗ്യമില്ലാത്ത ആളാണ്, നിങ്ങൾ ഭാഗ്യമുള്ള ആളാണ്. നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. ഇതൊക്കെ അല്ല ഇപ്പം ഈ പറയാൻ പോണത്. എത്ര കാലായി ശുക്കൂറേ ഈ ഇതും പറഞ്ഞ് നടക്കണ്? ശുക്കൂറേ, ഭാഗ്യവും നിർഭാഗ്യവും എന്ന് പറയുന്നത് ദൈവം നൽകുന്നതല്ല, അത് മനുഷ്യന്മാരുണ്ടാക്കുന്നതാ. എല്ലാ മനുഷ്യന്മാർക്കും ദൈവം കുറേ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അവസരങ്ങളാണ് നൽകുന്നത്. ഈ കിട്ടിയ അവസരം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശുക്കൂറിന് കിട്ടിയ അവസരം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. എന്നാൽ ഞാൻ നിർഭാഗ്യവാനാണ് എന്നുള്ള വിഷമം മാറും. ഓക്കെ? നല്ല ഉറക്കാണല്ലോ. പാപ്പാ 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 നീക്കിട്ടോ. നല്ല ഉറക്കാനുള്ളത്. ഈ കുപ്പായം കിട്ടിട്ട് അല്ലല്ല ഈ കുപ്പായം കിട്ടിട്ട് ഞമ്മക്ക് ഒരു സ്ഥലം വരെ പോണട്ടോ. എവിടെ കൊണ്ടുപോകുന്നത്? ഒക്കെ ഞാൻ പറഞ്ഞുതരാ. അല്ല വാപ്പല്ലേ, കുട്ടീന്റെ വാപ്പല്ലേ. എന്താ ഇത് കാട്ടറ്? അല്ല നിക്കട്ടാ, മെല്ലെ നീക്കി. എന്നാ വാപ്പാന്റെ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ മെല്ലെ മെല്ലെ നോക്കി. ഒക്കെ ശരിക്കും ഉണ്ട് വാപ്പ. നല്ല വഴിക്ക് പോവല്ലേ നമ്മള്. എടുക്കാന്നെ കൊണ്ടുപോണത്? നമുക്ക് ബാങ്ക് വരെ പോണം. ബാങ്ക് എടുത്തോ? എന്നാ കുറച്ച് വെള്ളം എടുക്ക്, ഒന്നും എടുക്കട്ടെ. ആ ബാങ്ക് അല്ല, ബാങ്ക് ബാങ്ക് പൈസ ഇടുന്ന സ്ഥലം. എന്തിനാ അവിടെ പോണത്? അതെ, നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ ബാങ്കിൽ നിന്ന് പൈസ ഇട്ടും. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ ബാങ്കിൽ നിന്ന് പൈസ ഇട്ടും. അതിപ്പോ വെറുതെ കിട്ടുവോ? ആ വെറുതെ ഇട്ടൂല, ആധാരം അവിടെ കൊടുക്കണം. വെറുതെ ഇട്ടും, വെറുതെ പൈസ ഇട്ടും. നിങ്ങളോട് പോരി.
നിക്കാടെ എന്തേ നിക്കടോ. ഓ ഈ എങ്ങടാ ഓടുന്നത്? എന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. അല്ല ഉപ്പ, യൂനിസിന്റെ ബിസിനസ്സിൽ അനക്ക് ഷെയർ ഉണ്ടായിരുന്നോ? ആ അങ്ങനെ ഈ അറിഞ്ഞ്? ആ അതൊക്കെ ഞാൻ അറിഞ്ഞ്. 1-2 കൊല്ലായില്ലേ, എന്ത് ലാഭം കിട്ടി? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയൂല. ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറയും. ഏതായാലും നഷ്ടം വന്നിട്ടില്ല. എന്നാലും ആകെ കൂടി എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറയും. വേറെ കാര്യണ്ടേ, അനക്ക് ഗുണമുള്ള കാര്യ. അതിപ്പോ ഒരു 10-60,000 ഉറുപ്പ് കിട്ടിയിട്ടുണ്ടാവും. 3 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ട് 2 കൊല്ലം കൊണ്ട് ആകെ എനക്ക് കിട്ടിയ ലാഭം 60,000 ഉറുപ്പ്യേ. ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടൂലേനോ? ഈ ഭയങ്കര പോയത്തത്തിലാ ചെന്ന് ചാടിയേ. നടക്ക്, എന്നോടൊരു കാര്യം പറയാണ്ട്. നടക്കടോ പറയേ. അതെ, ഈ യൂനിസിൻ്റെ നിന്ന് പൈസ പിൻവലിച്ച് ജാഫറിന്റെ കമ്പനിയിലിട്. മാസത്ത് കിട്ടുന്ന ലാഭം കണ്ട് അവൻ്റെ കണ്ണ് തള്ളും. ഇതുപോലെ വേറെ ആൾക്കാരെ ജാഫറിന് പരിചയപ്പെടുത്തി കൊടുത്താൽ അനക്ക് കമ്മീഷനായിട്ട് വേറെയും കിട്ടും. വെറുതെ കിട്ടുന്ന പൈസ വേണ്ടാന്ന് വെക്കണോ? നിങ്ങളെ രണ്ടാളും കണ്ട ഏതായാലും നന്നായി. എന്തേ? നിങ്ങൾ രണ്ടിലൊരാള് എനിക്കൊരു 1000 ഉറുപ്പ്യ കറണ്ട് തരണം. അടുത്ത ആഴ്ച തിരിച്ചു തരും. മകളെ കുട്ടിൻ്റെ കാല് തീപ്പൊള്ളിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാ. ഒരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി 500 തന്നാലും മതി. എങ്ങനെയുണ്ട് ഉമ്മറെ? ഞാൻ തന്നെ നയാ പൈസ കയ്യിലില്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉമ്മറിന്റെ വയ്യെ കൂടി ഓനോട് കടം ചോദിക്കാൻ നേരത്തെ എൻ്റെ വരവ്. എന്നാ നിങ്ങളെന്നാലും മതി. എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കടം ചോദിച്ച അയമൂൻ എന്നെ ഞാൻ കൊടുക്കൂലായിരുന്നോ? വളരെ മോശം അപ്പോഴത്തെ സ്ഥിതി. വളരെ മോശം. ഉമ്മറെ, അവിടേക്ക് ബാക്കി വരട്ടെ.